മക്കളെ ചാകര 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 ഇത്രയധികം മീനുകളോ പൊരിച്ചടിച്ചപ്പോൾ എന്നാ ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഫൈസലാക്ക വലിക്ക് കിട്ടിയില്ല ഫൈസലാക്ക അതാ അവിടെ ചൂണ്ടിലിടുന്നതാണ്. അടിപൊളി മീനുകളെ കയറ്റിക്കൊണ്ടിരിക്കട്ടോ ഫൈസലാക്ക. ഗായ്സ്, MRC വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വെള്ളിയാങ്കല്ല് പുഴയിലാണ് കേട്ടോ. എൻ്റെ കൂടെ കൂട്ടുകാരൻ ഫൈസലുണ്ട്. അപ്പോൾ ഒന്നൊന്ന് ചൂണ്ടിലിടാൻ വന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ടെസ്റ്റ് അടിക്കാൻ. എൻ്റെ കയ്യിൽ ഇതിൽ ഇരയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാനാണ് ഇന്ന് കൊത്തുണ്ടോ ഇല്ല എന്നിപ്പോൾ നമുക്കറിയില്ല. ഒന്ന് ഇട്ട് നോക്കാനാണ്. അതിൻ്റെ ഒരു ചെറിയ വീഡിയോസാവും ഇന്നത്തെ എൻ്റെ വ്ളോഗിലുണ്ടാകുക. എൻ്റെ അമ്മോ, വെയിൽ കാരണം തോർക്കുണ്ട്, നല്ല വെയിലാട്ടോ പുഴയിൽ. പിന്നെ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ടു. പിന്നെ പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഗ്യാസ് ഇവിടെ കുറേ പോത്തുകളെ കൊടുന്ന് കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ വെള്ളിയാങ്കല്ല് പുഴയിൽ. എൻ്റെ മോനെ എത്ര എണ്ണമാണ് അവർക്ക്. ഇത് മിക്കവാറും പെരുന്നാൾക്ക് തട്ടുള്ളതാവും. കണ്ടോ മോനുണ്ട് കേട്ടോ. ഇങ്ങനെ പോത്തുകളെ കൊടുന്നൊരു വെള്ളത്തിലേക്ക് കടത്തിക്കാനുണ്ട്, കുളിപ്പിക്കാൻ കേട്ടോ. ഫേസലാണ് ആ പോണത് കേട്ടോ. ഒരു കറുപ്പ് കാണാനില്ലേ, ഒരു ഹെൽമെറ്റും തലയിലിട്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഞങ്ങൾ കുറേ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. നമ്മൾ ബൈക്ക് അത് അവിടെ റോട്ടിലിട്ടിട്ട് അത്രയും ദൂരം നടന്നു പോന്നു. അവിടെ നിന്നിട്ടുണ്ട് ആശാന്. ആ ഫൈസലാങ്ക ഇനി നോക്കട്ടെ എന്താ അടുത്ത പ്ലാന്. അങ്ങനെ മക്കളെ ഫൈസലാക്ക ഏറെ കോർക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾ കുറച്ച് മീനുകളൊക്കെ ഏറ്റും അങ്ങനത്തെ സൈറ്റിലാണ് നിൽക്കുന്നത്. അങ്ങനെ മക്കളെ നല്ല അടിപൊളി പൂച്ചക്കൊല്ലിനെ കിട്ടിയിട്ടുണ്ട്. വലിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ. എന്തായാലും ഇത് സംഭവം അടിപൊളിയാണ്. ഇത് അടുത്തേനെ കിട്ടി. അടുത്ത പൂച്ചക്കൊല്ലി ചാകര അടുത്ത പൂച്ചക്കൊല്ലിയാണ് കേട്ടോ ഈ വന്ന് കിടക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ തലങ്ങും വിലങ്ങും മീനുകളായിട്ടോ. മനസ്സിലാക്കാ. അടുത്തതിനും കിട്ടി. നമ്മുടെ പൂയാനാണ് കേട്ടോ. കണ്ടോ, മീനുകളിങ്ങനെ വലിച്ച് കയറ്റിയാണ് മനസ്സിലാക്കട്ടാ. നമ്മൾ ടെസ്റ്റ് അടിക്കാൻ വന്നാൽ നിങ്ങളോട് ഓൾറെഡി ഞാൻ പറഞ്ഞ്. ഇവിടെ ഈ പുഴയുടെ രണ്ടറ്റം വെള്ളം മുട്ടിയെന്നാണ് കേട്ടോ. ഒരു 2 ദിവസം വെയിലേറിച്ചപ്പോൾ അതിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ, ഫുള്ള് വെള്ളം ഇറങ്ങിട്ടോ. വെള്ളിയാങ്കല്ല് പുഴയുടെ അവസ്ഥയാണ് ഇപ്പോൾ ഇത് ഇന്നത്തെ. ഫേസിലൊക്കെ ഇവിടെ മീൻ പിടിക്കണ്ടിട്ട് ഇപ്പോൾ ഒരു 4 മീനിനെ കയറ്റി. കണ്ടില്ലേ, ഈ ആ 2 സൈഡും. അപ്പം പൂയാനാ, അടുത്ത പൂയാനെ കിട്ടിയിട്ടുണ്ട്.
മക്കളെ ഫുള്ള് പൂയാൻ്റെ കളിയാട്ടോ. ഇതൊരു പൂയാനാണ് ഇപ്പോഴും കിട്ടിയത്. ഗൈസ് നമ്മുടെ ചൂണ്ടലിടുന്ന സ്ഥലം കുറച്ച് ഇങ്ങോട്ട് മാറ്റി. അവിടെ മീൻ കൊത്തൽ കമ്മിയായപ്പോൾ ഫൈസലാക്ക ഇങ്ങോട്ട് മാറ്റിയിട്ടാ. അപ്പോൾ ഇനി ഇവിടെ ഒന്ന് നോക്കട്ടെ, ടെസ്റ്റ് അടിച്ചോട്ടെ. ഇവിടെ ഇപ്പോൾ ഒരു 10 മീനെ കിട്ടിയിട്ടോ, 10ഓളം മീനെ കിട്ടി. പൂയാനാണ് അധികം, പിന്നെ ഒരു പൂട്ടനെ കിട്ടി. നോക്കട്ടെ, ഞാനിനി ഈ കാണുന്ന ദ്വീപ് പോലെ അവിടെ കിടക്കുന്നുണ്ട്, അവിടെ ഒന്ന് പോയോക്കട്ടെ. നല്ല രസമുണ്ട് കേട്ടോ അവിടെ കാണാൻ, നല്ല പച്ചപ്പുണ്ട്. ഒന്ന് പോയോക്കാം. ഈ മണലൊക്കെ കാണാൻ എന്നാ ഭംഗി കണ്ടോ, നല്ല പൂയി മണലിട്ടാ. ഇവിടെയൊക്കെ ഉണ്ടല്ലോ നമ്മൾ തരിക്കൂലേ, അതേപോലെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അയ്യവാ കണ്ടോ, അമ്മാതിരി നൈസ് തരി. ഗൈസ് ഫൈസലാക്ക അവിടെ മീൻ പിടിക്കട്ടെ, നല്ല വെയിലുണ്ട്. ഞാൻ ചൂണ്ടലൊന്നും എടുത്തിട്ടില്ല, അപ്പോൾ കുറച്ച് ഈ ഭാഗത്തേക്ക് ഒന്ന് കയറിയാക്കാം. എനിക്ക് അവിടെ നിന്ന് നേരം പോകുന്നില്ല. നോട്ടെ, ഞാൻ പറഞ്ഞത് ഈ ഭാഗമാണ് കേട്ടോ, അത് നമ്മളെ ബാക്കിൽ കാണുന്ന ഈ ഭാഗത്തേക്ക് കയറാൻ പോകുന്നത്. 10 ദിവസം മഴ അടുപ്പിച്ച് പെയ്തപ്പോളേ ഇവിടെയൊക്കെ എന്തായിരുന്നു വെള്ളം എന്നറിയാം. ഇപ്പോൾ നോക്കി നോക്ക് നിങ്ങൾ, എൻ്റെ അമ്മ, ഒരു 2 ദിവസം വെയിൽ തെറിച്ചിട്ടുള്ളൂ, അപ്പോഴത്തേന് ഇതാണ് അവസ്ഥ. ഇവിടെ ഒന്നൊരു തുള്ളി വെള്ളം കൂടല്ല കേട്ടോ, കണ്ടോ. ഒരു 10 ദിവസം മഴ പെയ്യുകയാണെങ്കിൽ ഭയങ്കര വെള്ളപ്പൊക്കമാണ്. അപ്പോൾ പവറ്, സൂര്യൻ്റെ പവറൊന്ന് നോക്കിക്കേ. ഇതാണ് ഞാൻ പറഞ്ഞ അടിപൊളി സ്ഥലം കേട്ടോ. എന്തോ പച്ചപ്പ് അല്ലേ, അടിപൊളിയാണ് സംഭവം. സെറ്റപ്പ് സംഭവം ഇருக்கு. ഇവിടെ എന്തൊക്കെ സെറ്റപ്പുകൾ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. അങ്ങനത്തെ ഒക്കെ ഒരു സ്ഥലമാണ്. കണ്ട, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരാളുകൾ കയറി പോയാൽ അറിയില്ല. പിന്നെ വെള്ളിയാങ്കല്ലാണ്, ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. അയ്യവാ മേഘമൊക്കെ നിൽക്കണുണ്ട, മഴയൊക്കെ എങ്ങോട്ട് പോയി. ഇവിടെയൊക്കെ കണ്ടില്ല, ഡ്രസ്സൊക്കെ കിടക്കുന്നുണ്ടോ, ചുരിദാറൊക്കെ കീറി പറഞ്ഞ്. ഇതിനകത്ത് സംഭവം നല്ല അടിപൊളി വൈബാട്ടോ. കണ്ടോ, ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ നിങ്ങൾ, ആഹാ സംഭവം. ഇതിൻ്റെ ഇടയിലൊക്കെ കരിമ്പന നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ആ 2 കരിമ്പനയാണ്. ഞാൻ ഇനി കൂടുതൽ ദൂരത്തേക്ക് പോകണില്ല കേട്ടോ. ഇതിൻ്റെ നമ്മൾ ആദ്യമായിട്ട് കയറാണ് ഇങ്ങോട്ട്. നല്ല വെയിൽ കാരണേ ക്യാമറയ്ക്ക് ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്. അതായത് ഫോണിൽ ഒരു ഇത്ര സെക്കൻഡ് കഴിഞ്ഞിട്ട് ക്യാമറ ഓണാക്കി അതിൽ നിന്നൊക്കെ പറയുന്നത്. ഞാനപ്പോൾ ഒന്ന് കുറച്ച് നേരം ഓഫ് ചെയ്ത് വെക്കും, കാരണം നല്ല വെയിലത്ത് എല്ലാ ഫോണിലുള്ള പ്രശ്നമായിട്ടത്. ഇവിടെ കണ്ടില്ല, ഒരു കരിമ്പന നിൽക്കുന്നുണ്ടോ, വലുതാകുന്നേ ഉള്ളൂ കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ സംഭവം കാണാൻ, അടിപൊളിയാണ്. അയ്യോ സൂപ്പർ. ഇനി നമുക്ക് ഫൈസലാക്ക അടുത്തേക്ക് എന്ന് നോക്കാം. ഇപ്പം എത്ര മീൻ കയറ്റിക്കണം നോക്കട്ടെ. ഇതുവരെ ഒരു 10ഓളം മീനെ കയറ്റിട്ടോ, പൂയാനടക്കം, പിന്നെ പൂട്ട അങ്ങനെയൊക്കെ ആയിട്ട്, പിന്നെ പൂച്ചക്കൊല്ലി എന്നൊക്കെ അവൻ പറയുന്നുണ്ട്, എനിക്ക് വല്ലാതെ അറിയില്ല. ഇതെന്താ പോത്തോള് പോയ പാടാ, അത് ആന കണ്ടില്ല, ഈ കുഴിയായി കാണതേ പോത്തോളോ അല്ലെങ്കിൽ ആന, അങ്ങനെ എനിക്ക് തോന്നുന്നു. വലിയ കാലുകളാട്ടാ സംഭവം. കണ്ട ഈ മണൽ കണ്ടില്ല, ഭയങ്കര രസമായിട്ടുണ്ട്. നല്ല പൂയിട്ടാ. പൂയുള്ള ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഈ ഭാഗം നോക്കിക്കേ, കണ്ടോ എന്ത് നൈസ്, ഭയങ്കര നൈസ് തരി, അടിപൊളിയാട്ടാ. അങ്ങനെ ഗൈസ് കയ്യിലുള്ള ഇരകളൊക്കെ തീർന്നു. ഇരയെല്ലാം തീർന്നപ്പോൾ ഞങ്ങൾ എല്ലാം ഇവിടുന്ന് സ്കൂട്ടാ കേട്ടോ. എന്നാലും നല്ല മീൻ കിട്ടി എന്ന് തന്നെ പറയാം. ഗൈസ് ഇതാണ് ഇന്ന് വെള്ളിയാങ്കല്ല് പുഴയിൽ കിട്ടിയ മീൻ കേട്ടോ. ഇതിൽ പൂയാനാണ് അധികം, പിന്നെ പൂട്ടകളുണ്ട്, പിന്നെന്താണ് പൂച്ചക്കൊല്ലിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് നാളെയാണ് പൊരിച്ച് കൂട്ടുള്ളൂ കേട്ടോ. സംഭവം ചക്കപ്പൊണ്ണനൊന്നും കിട്ടാറായിട്ടില്ല, അതൊരു 5-6 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് മക്കളെ അങ്ങോട്ട് പൊരിച്ചടിച്ചപ്പോൾ എന്നാ ടേസ്റ്റ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഓക്കെ.